ഇത്രയും പ്രായമായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് ആവശ്യമുണ്ടോ? പിണറായി അല്ലാതെ മറ്റാരും ഇവിടെ ഭരിക്കാനില്ലേ? ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. 82 വയസ്സുള്ള പിണറായി വിജയനെ എന്തിനു വേണ്ടിയാണ് വീണ്ടും വീണ്ടും കേരളത്തിന്റെ മുഖ്യനായി ഉയർത്തിപ്പിടിക്കുന്നത്? ഭരിക്കുന്നത് ശരിക്കും പിണറായി തന്നെയാണോ? ചോദിച്ചതിൽ കാര്യമുണ്ട്. അതായത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളെ കേരളത്തിന്റെ ഭാവി ഏൽപ്പിക്കണമെന്ന് CPM വാശി പിടിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില വലിയ ചതിക്കുഴികൾ അവിടെ കാണാം. നമ്മുടെയൊക്കെ വീടുകളിൽ 80 വയസ്സ് കഴിഞ്ഞവർ ഉണ്ടാകും അല്ലെ? അവർക്ക് വിശ്രമവും സമാധാനവുമാണ് നമ്മൾ നൽകുന്നത്. എന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് ഈ വാർദ്ധക്യത്തെ വീണ്ടും ഭരണം ഏൽപ്പിക്കണം എന്നാണ്. ഒരു MLA ആയിരിക്കാൻ പോലും ശാരീരിക ക്ഷമതയില്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയായി അവരോധിക്കുന്നതിലൂടെ കേരളം ഇന്ന് ഭരിക്കുന്നത് പിണറായി വിജയനല്ല, മറിച്ച് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ചില സംഘങ്ങളാണ് എന്ന യാഥാർത്ഥ്യമാണ് വരുന്നത്. പണ്ട് ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഡമ്മി ഭരണത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നത്. ഇന്ന് ശിവശങ്കറിന് പകരം P ശശിയെ പോലുള്ളവർ അധികാരം ദുരുപയോഗം ചെയ്ത് ആർമാദിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം എല്ലാം അറിഞ്ഞുകൊണ്ട് മൗനം പാലിക്കുകയും ചെയ്യുന്നു. ഇതിലേതായാലും ദുരന്തം അനുഭവിക്കുന്നത് സാധാരണക്കാരായ നമ്മളാണ്. ഇനി ഇദ്ദേഹത്തിന് പൂർണ്ണമായ ബോധമുണ്ടായി ഭരിച്ചാൽ പോലും കേരളത്തെ രക്ഷിക്കാനുള്ള ദീർഘവീക്ഷണമോ പ്രാപ്തിയോ ഉള്ള ഒരു നേതാവല്ല പിണറായി വിജയൻ എന്ന് കഴിഞ്ഞ കാലത്തെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ യുവതലമുറയോടുള്ളതാണ് ചോദ്യം. പുതിയ കാലത്തിന്റെ സ്വപ്നങ്ങളും സാങ്കേതിക വിദ്യയും തൊഴിൽ സാധ്യതകളും ചർച്ച ചെയ്യേണ്ട ഈ സ്ഥാനത്ത് കാലഹരണപ്പെട്ട ചിന്താഗതിയുമായി ഒരാൾ ഇരിക്കുന്നത് നമ്മുടെ വളർച്ചയെ പിന്നോട്ടടിപ്പിക്കുകയല്ലേ ചെയ്യുക? കൊച്ചുമക്കളെ കളിപ്പിച്ച് സമാധാനമായി വിശ്രമിക്കേണ്ട ഒരു വയോവൃദ്ധനെ എന്തിനാണ് ഇനിയും ഈ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നത്? ഇത് അദ്ദേഹത്തോടുള്ള ബഹുമാനമല്ല, മറിച്ച് അദ്ദേഹത്തെ മുൻനിർത്തി ചിലർ നടത്തുന്ന രാഷ്ട്രീയ കച്ചവടമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.